അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ അല്ലേ, യൂട്യൂബ് അങ്ങ് തുറന്നാൽ ഇപ്പോൾ ഷാജി തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സും കണ്ടൻറ്റായിട്ട് എടുക്കുന്നത്. അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളിൽ അധികം പേരും കണ്ടൻറ്റായിട്ട് ഇടുന്നത് ഷാജിയുടെ വീഡിയോസ് തന്നെയാണ്. അപ്പോൾ ഇന്നലെ ഷാജിദ അതിനൊരു ക്ലാരിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഷാജിദ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാമല്ലേ. കാരണം അതിൻ്റെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ എനിക്ക് ആ കേട്ടതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നുള്ളൂ. ഷാജിദയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമാക്കാൻ ആൾ ഷാജിദ തന്നെയാണ്. ഷാജിദയുടെ വിഷയങ്ങൾ ഷാജിദ A to Z വരെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞതും അത് മറ്റുള്ളവർക്ക് അനുതാപ തരംഗങ്ങളായിട്ട് മാറിയതും ഷാജിദ റീച്ചായതും അതുപോലെ തന്നെ ഷാജിദയുടെ മക്കൾക്ക് വേണ്ടി ഒരുപാട് സഹായഹസ്തങ്ങൾ നീണ്ടതും ഈവൻ ഷാജിദയുടെ ഈ ഒരു വിവാഹം വരെ കൊണ്ടെത്തിച്ചതും എല്ലാം സോഷ്യൽ മീഡിയ തന്നെയാണ്. അല്ല, ഷാജിദയെ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തതായിട്ട് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. പിന്നീട് എന്തുകൊണ്ട് ഷാജിദയ്ക്ക് അങ്ങനെ കുറേ കമൻസ് വന്നു? നമ്മളെ അറിയുന്ന കുറേ ആളുകളുണ്ടാവില്ലേ, നമ്മൾ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നമ്മളെ അറിയുന്ന ചില ആളുകളുണ്ടാകുമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പോൾ നമുക്ക് ബാഡ് കമൻറ്റുകളും നല്ല കമൻറ്റുകളും എല്ലാം വരും അല്ലേ. എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഈ പറഞ്ഞ ഞാനായാലും യൂട്യൂബിൽ വരുന്ന മറ്റാളുകളായാലും എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് എഴുതി വെക്കാൻ പറ്റിയ ഒരു ഫീൽഡൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ എന്തായാലും അതിനകത്ത് നല്ലതും ചീത്തയുമായ കണ്ടൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, കമൻറ്റുകളെ പ്രത്യേകിച്ചും. കാരണം വീഡിയോസൊന്നും ആളുകൾ കാണുപോലുമില്ല, എന്നിട്ടാണ് വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഷാജിദയെക്കുറിച്ച് കമൻറ്റ് ചെയ്ത ആളുകളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഷാജിദയുടെ വീഡിയോ കണ്ടിട്ടൊന്നും ആവില്ല, ഷാജിദയെക്കുറിച്ചൊരു മുൻധാരണയുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ അതിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അതിന് പ്രതികരിക്കേണ്ട ആവശ്യം നമ്മളൊരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് കമൻറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. ഈ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളോട് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് അല്ലേ. നമ്മൾ അവരോട് പറയുന്നു, അവർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നു, നമുക്ക് റീച്ച് ഉണ്ടാവുന്നു. ഇതിനൊക്കെ കാരണക്കാരായ ഒരു സബ്സ്ക്രൈബർക്ക് വന്നിട്ട് ഷാജിദ നീ അങ്ങനെ ചെയ്യരുത്, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ അത് കണ്ണുമടച്ച് അവരെ ആട്ടുകയല്ല വേണ്ടത്. നേരെ മറിച്ച് ശരി, ഒന്നുകിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വെറുതെ വിട്ടുകളയുക, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇന്നലത്തെ ഷാജിദയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയും നാൾ ഒരു ഷാജിദയെ ഒരു കുറ്റം പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഷാജിദ ചെയ്യാത്തതായ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോഴും ഞാൻ പറയും. കാരണം ഇത്രയൊന്നും രൂക്ഷമാകില്ലായിരുന്നു ഷാജിദയ്ക്ക് ഷാജിദയുടെ വിശേഷങ്ങൾ, ഷാജിദയുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഷാജിദയ്ക്ക് പറയാമായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്നിട്ട് എന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അള്ളാഹു എനിക്ക് തന്ന ഒരു നല്ല ജീവിതം എനിക്ക് കിട്ടാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ വിവാഹം ഇന്ന സമയത്താണ്, ഇന്നതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ചെയ്യണ്ട. പക്ഷേ അഹങ്കാരത്തോടു കൂടി വന്നിട്ട് എന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നു, എന്നെ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നു, ഞാൻ നിങ്ങളുടെ പേരിൽ എന്താ പറയുക, എനിക്ക് സൈബർ സെല്ലിൽ ഞാൻ കേസ് കൊടുക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വാദി ഉണ്ടെങ്കിൽ ഒരു പ്രതി ഉണ്ടായിരിക്കും അല്ലേ. ഒരു പ്രതി ഉണ്ടെങ്കിൽ ഒരു വാദി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി നമുക്കെതിരായിട്ട് വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതൊക്കെ ആവുന്നതും നമ്മൾ ഇല്ലാതെ ആക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഷാജിദ വന്നു, ഷാജിദയുടെ കുറ്റങ്ങൾ പറഞ്ഞൊരു വോയിസ് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അത് ഷാജിദയ്ക്ക് പൊള്ളി അല്ലേ. ഷാജിദ പൊള്ളിയെന്ന് മാത്രമല്ല, അവരെക്കുറിച്ചല്ല, അവരുടെ മകളെക്കുറിച്ച് പോലും വീഡിയോയിൽ വന്നിട്ട് വളരെ മോശമായി പറഞ്ഞു. അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തത് നമ്മളാണ്. ഇപ്പോൾ ഷാജിദയെക്കുറിച്ചാണ് അവർ പറഞ്ഞത്, ഷാജിദയുടെ കുറ്റങ്ങളാണ് പറഞ്ഞത്, ഷാജിദയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത്. ഒരിക്കലും ഒരാളെക്കുറിച്ചും ഒരു അപവാദം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അല്ലേ. അവിഹിതം പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. എനിക്കായാലും നിങ്ങൾക്കായാലും മറ്റുള്ളവർക്കായാലും. നമ്മൾ ചെയ്തതോ ചെയ്യാത്തതാവട്ടെ, നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മളിൽ വന്ന തെറ്റുകളായിരിക്കാം, എങ്കിലും അത് മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതും അവരായിരിക്കും. പക്ഷേ ഇവർ വന്ന് പരസ്യമായിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തത് തെറ്റ്, അതിന് പറഞ്ഞതും തെറ്റ്, ഇത് രണ്ടും തെറ്റ് തന്നെയാണ് അല്ലേ. സെറീന ബീഗത്തെക്കുറിച്ച് എനിക്കറിയില്ല, അവരെ സഫീന ബീവി അല്ലേ, അവർ യൂട്യൂബറാണെന്ന് പറയുന്നുണ്ട്, അവർ ഇത്തിരി ഫേമസ് ആണെന്നും പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അവരുടെ വീഡിയോസ് ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവരുടെ നേച്ചറും എനിക്കറിയില്ല. അതുകൊണ്ട് അവരെ കുറ്റം പറയാനോ അവരെ നല്ലതെന്ന് പറയാനോ ഒന്നിനും ഞാനില്ല.
ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫീന ബീവി അത് ചെയ്തു എങ്കിൽ അവരത് ചെയ്തതിന് പ്രതികരിക്കേണ്ട രീതിയുണ്ട് അല്ലേ. അവർ ചെയ്തത് ഷാജിദയുടെ ഷാജിദ അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഷാജിദയുടെ അടിച്ചോട് തപ്പിയെടുക്കാനായിട്ട് അവർ പോയി, അവരതിനെക്കുറിച്ചൊരു വോയിസ് ഇട്ടു. അതും സഫീന ബീവി അല്ല ഇട്ടിരിക്കുന്നത്, വേറെ ആരോണോ ഇട്ടിരിക്കുന്നത്. അതും തെറ്റ് അല്ലേ. ഇതൊക്കെ തെറ്റുകളിലൂടെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾ ചെയ്തതും തെറ്റല്ലേ എന്ന്. ആണ്, അത് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഷാജിദയുടെ കണ്ടൻറ്റ് എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷാജിദയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഷാജിദ അത് ചെയ്തത് ഇങ്ങനെ ചെയ്യുകയായിരുന്നുവെങ്കിൽ അൽഹംദുലില്ലാ കുറച്ചുകൂടി നന്നായി പോയേനെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പ്രതികരണ വീഡിയോ ആണ് നമ്മുടേത്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ഇടുന്നു, നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ഈ സഫീന ബീവിയുടെ ആ ഒരു വോയിസ് ക്ലിപ്പ് എടുത്തിട്ട് മറ്റൊരാൾ അതിനെക്കുറിച്ചിട്ടു. അത് കേട്ടപ്പോഴേക്കും അതിനെ പ്രതികരിച്ചിട്ട് നമ്മുടെ ഷാജിദ വന്നൂലേ. ഷാജിദയ്ക്ക് പറയാമായിരുന്നു എനിക്ക് അതിൽ യാതൊരു വക കൈകടത്തിലും ഇല്ല, അത് എൻ്റെ പേരിലുള്ള തെറ്റുമല്ല, അതുകൊണ്ട് അത് തെളിയിക്കാം എന്ന് ഷാജിദയ്ക്ക് പറയാമായിരുന്നു. ഈ പറഞ്ഞ ആളെ വെല്ലുവിളിക്കാമായിരുന്നു. അതൊന്നും തെറ്റോ ശരിയോ അതൊക്കെ തവക്കൽത്തോ അല്ലല്ല, അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഷാജിദ വന്നിട്ട് ഷാജിദ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഷാജിദയുടെ ഏറ്റവും വേണ്ടപ്പെട്ട അവരുടെ മകളെക്കുറിച്ചാണ് ഷാജിദ പറഞ്ഞത്. ഷാജിദയുടെ മകളുടെ സ്ഥാനത്താണ് ആ കുട്ടി. അപ്പോൾ ഷാജിദ അത് പറഞ്ഞത് എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദയേക്കാൾ ചെറുപ്പമോ വലുപ്പമോ എന്തോ ആയിക്കോട്ടെ, ആ കുട്ടിയുടെ ലൈഫ് ആ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഷാജിദയെ സംബന്ധിച്ചും ഷാജിദ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ആളാണ്. ഷാജിദയെക്കുറിച്ച് ഏതൊട്ട് സെഡ് വരെ അറിയുന്ന ഒരാളായിരിക്കും ഷാജിദ വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഷാജിദയുടെ ജീവിതത്തിൽ അത് പ്രശ്നമായിരിക്കില്ല. പക്ഷേ ഷാജിദ പറഞ്ഞ ആ കുട്ടിക്ക് ഒരു പക്ഷേ ആ കുട്ടിയുടെ ഭാവജീവിതത്തെ ഇത് ബാധിക്കുമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കാൻ ഷാജിദയ്ക്ക് കഴിയുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം ആ കുട്ടിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നേടിക്കൊടുക്കാൻ ഷാജിദയ്ക്ക് സാധിക്കുമോ? ഷാജിദയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും കേട്ടോ, ഷാജിദയെ മാത്രമല്ല, നാളെ മറ്റൊരാളിത് ചെയ്താലും അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു ലൈഫ് അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റുമോ? ഷാജിദയെ സംബന്ധിച്ചിടത്തോളം ഷാജിദയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഷാജിദയെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഷാജിദയുടെ ഹസ്ബൻഡ് ഷാജിദയെ കൂട്ടിപ്പിടിക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു അവസ്ഥ വളരെ ദയനീയം തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഒരു സ്ത്രീയും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഷാജിദ ചെയ്തത്. കാരണം ഷാജിദയെ പറഞ്ഞെങ്കിൽ ഷാജിദയ്ക്ക് ന്യായമായി അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഷാജിദ തെറ്റുകാരിയല്ല എന്ന് ഷാജിദയ്ക്ക് അറിയാം. പിന്നെ എന്തിനാണ് ഷാജിദ ഭയപ്പെടേണ്ട ആവശ്യം? ഒരിക്കലും അല്ലേ. അവിഹിതം എന്നത് ഒരാളെക്കുറിച്ച് ഒരാളും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരാളെക്കുറിച്ചുള്ള അവിഹിതം പറഞ്ഞിട്ട് എത്ര വലിയ റീച്ച് ഉണ്ടാക്കിയിട്ടും അവൻ ഇവിടം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരിടം കൊണ്ടോ ഇതൊന്നും നേടാൻ പോണില്ല. അപ്പം ഷാജിദ ചെയ്ത തെറ്റ് ഷാജിദയ്ക്ക് ചോദിക്കാനോ പറയാനോ മറ്റൊരാളില്ല എന്ന് വിചാരിച്ചിട്ടോ എന്തോ ആയിക്കോട്ടെ, ഷാജിദയെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞു എന്ന് പരാതി ഷാജിദയ്ക്ക് ഉണ്ടെങ്കിൽ ഷാജിദയെ ആരാണ് പറഞ്ഞത് അവർക്കെതിരായി ഷാജിദയ്ക്ക് ആക്ഷൻ എടുക്കാമായിരുന്നു. അതിന് പകരം ഷാജിദ വന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് കൂടി ഷാജിദ ചിന്തിക്കണം. ഒരു വഴിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിദയുടെ മകളുടെ സ്ഥാനത്ത് വരേണ്ട ഒരാളെക്കുറിച്ചാണ് ഷാജിദ ഇത്രയും പറഞ്ഞത്. കാരണം ഷാജിദയെ വിശ്വസിച്ചുകൊണ്ട് ഷാജിദയോട് ആ കുട്ടിയുടെ മനസ്സ് തുറന്ന ഒരാളെക്കുറിച്ച് ഷാജിദ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ആരെ വിശ്വസിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഒരാളോട് പറയും അല്ലേ? ഷാജിദ തന്നെ പറഞ്ഞു, എന്നെ തട്ടിൻ്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവളുടെ മനസ്സ് തുറന്നു, അവൾ എന്നോട് സംസാരിച്ചു, അവൾക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഷാജിദ ഒരു കാരണവശാലും ആ കുട്ടിയെക്കുറിച്ച് ഇത്ര മോശമായി സംസാരിക്കാൻ പാടില്ലായിരുന്നു. അത് അങ്ങനെ തന്നെയല്ലേ അല്ലേ? നമ്മളങ്ങനെ പറയാൻ പാടുണ്ടോ? കാരണം നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമ്മളോട് ഒരാളൊരു കാര്യം പറയുന്നത്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ ഒരാളല്ല കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരു 9 ആളല്ല കേൾക്കുന്നത്. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ആളുകൾക്ക് ഇത് കേൾക്കാം. അപ്പം അത് വളരെ മോശമായി പോയി. പിന്നെ ഷാജിദയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു, അവർക്കെതിരായിട്ട് ഷാജിദ നിയമപരമായി പോരാടും എന്ന് പറഞ്ഞത്, അതിന് കണ്ടൻറ് ഉണ്ടാക്കി കൊടുത്തത് ഷാജിദയാണ്. ഷാജിദയ്ക്ക് ഒരിക്കലും എന്ന് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല ഷാജിദ യൂട്യൂബിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഷാജിദ ആദ്യമൊക്കെ നമ്മൾ ഷാജിദയുടെ വീഡിയോസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് ഷാജിദയുടെ വീഡിയോസ് കണ്ട് ഷാജിദ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും നമ്മൾ ഷാജിദയുടെ വീഡിയോസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ചെയ്യാനും പറ്റുന്നത്. കാരണം ഷാജിദയുടെ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സഹതാപം തോന്നിയിട്ടുണ്ട്. കാരണം ആ കുട്ടിക്ക് പഠിച്ചവനെ നല്ലൊരു ലൈഫ് കൊടുക്കണം. ഒരു കാരണവശാലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഷാജിദ എനിക്കൊരു ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം വേണ്ട, എൻ്റെ മക്കളോട് ഒത്തും മതി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ആ കുട്ടിയുടെ മനസ്സ് മാറണം. കാരണം മക്കൾ ആൺകുട്ടികളാണ്. അവർ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാജിദയ്ക്ക് ഷാജിദയുടെ ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ പറയണമെങ്കിൽ ഷാജിദയ്ക്ക് ഒരു ഇണ വേണം. പഠിച്ചവനെ ആ കുട്ടിയുടെ മനസ്സ് മാറ്റി ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്.
അപ്പോൾ അൽഹംദുലില്ലാ ഷാജിദയ്ക്ക് അങ്ങനെ ഒരു ലൈഫ് കിട്ടിയതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഷാജിദയ്ക്ക് ഈ മനുഷ്യൻ യൂട്യൂബിൽ വരില്ല, യൂട്യൂബ് ചെയ്യുന്നത് ഇഷ്ടമല്ല, യൂട്യൂബ് ഷാജിദയ്ക്ക് സപ്പോർട്ടാണ്, പക്ഷേ ആൾക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ഷാജിദ അതിനടുത്ത ദിവസം തന്നെ അയാളോടൊപ്പം തന്നെ ഒരു റീൽസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എന്തേ ഷാജിദ ഇത് ഓർത്തില്ല? ഷാജിദയ്ക്ക് മുൻകൂട്ടി ഇത്രയൊക്കെ വിവരമുള്ള ഷാജിദയ്ക്ക് അയാളുടെ ഒപ്പം നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഇതെൻ്റെ ഭർത്താവാണ് എന്ന് എന്തുകൊണ്ട് ആളുകളോട് പരിചയപ്പെടുത്താറുന്നില്ല അല്ലേ? നമ്മുടെ വീട്ടിൽ ഉപ്പിട്ട് വെച്ചതും നമ്മുടെ വീട്ടിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഷാജിദ യൂട്യൂബിൽ പറയാറുണ്ട്. ഷാജിദയുടെ മക്കളെ കൊണ്ടും മക്കളുടെ പാട്ടായാലും കാര്യങ്ങളായാലും എല്ലാം ഷാജിദ യൂട്യൂബിൽ. ഷാജിദ എന്താണ് യൂട്യൂബിൽ പറയാത്തത്? ഷാജിദയുടെ അസുഖവും ഷാജിദയുടെ ഉമ്മയെക്കുറിച്ചും ഷാജിദയുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളും സന്തോഷവും എല്ലാ കാര്യങ്ങളും ഷാജിദ പറയുമ്പോൾ എന്തുകൊണ്ട് ഷാജിദയ്ക്ക് ഇത് പറയാമായിരുന്നില്ല? അപ്പോഴാണ് ഷാജിദയ്ക്ക് ഒരു തലയ്ക്ക് എന്താ പറയുക, ഒരു തലക്കനം കൂടിയതുപോലെ തന്നെയാണ് ഷാജിദ പറഞ്ഞത്, നിങ്ങൾ ആരും ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്, ഇങ്ങനെ വിളിക്കരുത്, അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ വിളിക്കും? ഇനി ഒരുപക്ഷെ ഷാജിദയെ വിധവ എന്ന് വിളിക്കില്ല. കാരണം ഷാജിദ ഒരു ആളുടെ ഭാര്യയാണ്. ഇന്നലെ ഞാൻ അതിനകത്ത് വേറൊരാളുടെ ഒരു ഓഡിയോ കേട്ടു. അദ്ദേഹം പറയുന്നുണ്ട് ഷാജിദ ഇന്നൊരു മറ്റൊരാളുടെ ഭാര്യയാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ഞാനത് സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്തത് കൊണ്ട് കാര്യമായിട്ടൊന്നും കേട്ടില്ല. എന്നിരുന്നാലും ഷാജിദയുടെ കാര്യം പറഞ്ഞൂടെ? ഇത്രയൊക്കെ ഷാജിദയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഷാജിദ ചിന്തിക്കുക അല്ലേ, 1,00,000-ൽ പരം ആളുകൾ ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാജിദയ്ക്ക് എന്തുകൊണ്ട് അതിനൊരു ഉത്തരവാദിത്വം ഷാജിദയ്ക്ക് ഇല്ലേ? ഷാജിദയെ സ്നേഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, പിന്നെ ഷാജിദ ഇടയ്ക്ക് പറയാറുണ്ട് എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സിൽ ഒരിക്കലും നല്ലതും ചീത്തയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും തുല്യ വിലയാണ്. കാരണം ഇത്തിരി നല്ല സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചീത്ത സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല കമൻറ്റ് ചീത്ത കമൻറ്റ് എന്നൊക്കെ പറയാം. പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ അങ്ങനെ നല്ലതും ചീത്തയൊന്നുമില്ല, എല്ലാവരും നല്ലതാണ്. കാരണം നമുക്ക് നന്മയുണ്ടാവാനാണ് എല്ലാവരും വന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അത് മനസ്സിലാക്കാതെ നമ്മൾ അവരെ ഇങ്ങനെ വെറുതെ ചവിട്ടി തോയ്ക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെറുപ്പുണ്ടാവും, അവരതിനെ പ്രതികരിക്കും, അവർ നമുക്ക് അഹങ്കാരം കൂടി എന്ന് പറയും. ഇതൊക്കെ സ്വാഭാവികമല്ലേ? ഇതൊക്കെ സഹിക്കാമെന്ന ഒരു കരാറിൻ്റെ പുറത്താണ് നമ്മൾ യൂട്യൂബിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് നിയമപരമായി പോകുന്നത്? പിന്നെ ആത്മഹത്യ ഭീഷണി. ഒരു കാര്യം ഷാജിദ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ഷാജിദയോട് തന്നെ പറയാനുള്ളതാണ് കേട്ടോ. ആത്മഹത്യ ഭീഷണി ചെയ്യുക ആരാന്നറിയോ? തോറ്റു പിന്മാറുന്നവരാണ്. തോൽക്കുക, വിജയിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളാണ് ഈ ആത്മഹത്യ ഭീഷണി പറയുക. അങ്ങനെയാണെങ്കിൽ ഷാജിദയ്ക്ക് ഒരു കാര്യം ചെയ്യായിരുന്നില്ല, യൂട്യൂബ് എന്നുള്ള ഈ ഒരു സാഗരത്തിലേക്ക് എടുത്ത് ചാടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? ആത്മഹത്യ ചെയ്യേണ്ട സമയം എത്രയോ കടന്നുപോയി, ഇന്നതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആത്മഹത്യ ചെയ്യും, ആ ആത്മഹത്യയുടെ കാരണക്കാരെ ഞാൻ എഴുതി വയ്ക്കും, എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. എന്ത് സംഭവിക്കാനാണ് പോണേ? എന്താ സംഭവിക്കാൻ പോണേ? നമ്മൾ റിഫ മെഹനുവിൻ്റെ വീഡിയോ കാണാറുണ്ട് അല്ലേ? റിഫ മെഹനുവിൻ്റെ എതിരായിട്ട്, സ്വന്തം ഭർത്താവിനെതിരായിട്ട് ഒരുപാട് നമ്മൾ കേട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ഒന്നും സംഭവിച്ചില്ല. മെഹനു വേറെ വിവാഹം കഴിച്ചു. ഇപ്പോൾ അതും അവതാളത്തിലാന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ അവരുടെ വീഡിയോ ഫോളോ ചെയ്യാത്ത കാരണം എനിക്ക് കൂടുതൽ അറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഷാജിദയുടെ മക്കളെയും വിളിച്ച് ആത്മഹത്യ ചെയ്താൽ അവിടെ ഈമാനില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഷാജിദയാണ്. ഇവിടെ നിന്ന് ചിലപ്പോൾ ഷാജിദ മറ്റുള്ളവരോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുമായിരിക്കാം. അത് ചെയ്യാതിരിക്കുക, അതൊക്കെ ഷാജിദയുടെ ഇഷ്ടമാണ് അല്ലേ? ആത്മഹത്യ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ച മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടേ ഞാൻ പോവൂ. അപ്പോഴും അതായത് നമ്മൾ ഇല്ലാണ്ടാവുമ്പോഴും മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നൊരു ചിന്ത, അതെന്തിനാണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഷാജിദയ്ക്ക് ഒരു ബാഡ് കമൻറ്റ് വന്നെങ്കിൽ ഷാജിദ ചിന്തിക്കേണ്ട ഒരു വിഷയം, എന്തിനാണ് എനിക്ക് ബാഡ് കമൻറ്റ് വന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ബാഡ് കമൻറ്റ് വന്നത്, അതിനെ നിവർത്തിക്കാൻ ശ്രമിക്കുക. അതായത് 10 ആൾ നമ്മളെക്കുറിച്ച് പൊട്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്താൻ തയ്യാറാവുക. അല്ലാണ്ട് ഞാനാണ് ശരി. മറ്റൊരു വീഡിയോയിൽ ഷാജിദ പറഞ്ഞു, എനിക്ക് ദേഷ്യം തോന്നിയാൽ പിന്നെ ഞാൻ അവരോട് മിണ്ടുപോലും ഇല്ല എന്നല്ലേ. അപ്പോൾ ഇതേപോലെ ഷാജിദയോട് മറ്റൊരാൾക്ക് ദേഷ്യം തോന്നുമ്പോൾ ഷാജിദേനെ വെറുക്കും, അല്ലെങ്കിൽ ഷാജിദയോട് വെറുപ്പ് തോന്നും. അത് പ്രതിഫലിക്കുന്ന രീതി പല രീതിയിലായിരിക്കും. പല ആളുകൾ കമൻറ്റ് രൂപത്തിൽ വരും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, ചില ആളുകൾ ഷാജിദയ്ക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ ഷാജിദയ്ക്ക് എതിരായിട്ട് പലതും അല്ലേ. അപ്പോൾ എന്താ പറയുക, ഷെർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഷെർ ബാധിക്കണമെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ഷെർ ബാധിക്കാനല്ലേ? നമ്മൾ പടച്ച റബ്ബിനെ വിശ്വസിക്കുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഷെറിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഹൈറും ഷെറൊക്കെ പടച്ചൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എന്ത് ഷെറാ? ഒന്നും സംഭവിക്കാൻ പോണില്ല. പിന്നെ ഈ അഭിജാത്യങ്ങൾ ചെയ്യുന്ന ആളുകളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് അവരുടെ വിശ്വാസവും അവരുടെ കാര്യങ്ങളാണ്. നമ്മളതിൻ്റെ പിന്നാലെ ഓടിപ്പോകേണ്ട ആവശ്യവുമില്ല.
പിന്നെ ഷാജിദയെക്കുറിച്ച് അവിഹിതം പറഞ്ഞ ആളുകൾ അവർ എന്താ പറയുക 100% പെർഫെക്റ്റ് ആണെന്ന് അവരും ചിന്തിക്കേണ്ട. കാരണം ഒന്നുമില്ലാതെ അല്ലേ, ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് ആ കുട്ടിയെ ഇട്ടിട്ട് ആ കുട്ടിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. എന്തോ ആയിക്കോട്ടെ, പൊരുതി നിൽക്കണമായിരുന്നു അല്ലേ അദ്ദേഹം ആ മക്കളെയും അവളെയും കൊണ്ട്. അതല്ലെങ്കിൽ അയാൾക്ക് അവളിൽ എന്തെങ്കിലും അവിഹിതം അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവളെ വേണ്ടാന്ന് വയ്ക്കായിരുന്നു. എന്നാലും ആ മക്കൾക്ക് ഉപ്പയായിട്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമായിരുന്നില്ലേ? എന്തുകൊണ്ട് ആളത് ചെയ്തില്ല? അപ്പോൾ ആരും ആരെയും വെള്ള പൂശേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ചെയ്തത് മാത്രം നീതിയുള്ള കാര്യമാണ്, അത് ന്യായമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം കുറേ കടബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇനി ഭാര്യയുടെ അവിഹിതം കണ്ണ് മഞ്ഞളിച്ചോ, അല്ലെങ്കിൽ അത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആത്മഹത്യ. ആൾക്ക് ഈമാനില്ല, അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. എന്നിട്ടും ഷാജിദ പിടിച്ചു നിന്നു. ഷാജിദയുടെ മക്കൾക്ക് വേണ്ടി ഇത്രയും കാലം ഷാജിദ സഫർ ചെയ്തു ജീവിച്ചു. ഇതൊക്കെ ചെയ്ത് ഷാജിദയ്ക്ക് എന്തുകൊണ്ട് ആളുകൾ ഒരു ബാഡ് കമൻറ്റ് കൊണ്ടുവരുമ്പോഴേക്കും ഷാജിദയ്ക്ക് എൻ്റെ സഹിക്കാൻ പറ്റിയില്ല? ഷാജിദ സഹിക്കാത്തത് എന്താ? ഒരുപാട് ഷാജിദ സഹിച്ചില്ലേ അല്ലേ? ഷാജിദയെ ഇത്രയും കാര്യമായിട്ട് കരുതലായിട്ട് കൊണ്ട് നടക്കാവുന്ന ഒരാളുണ്ടായിരുന്നുവെങ്കിൽ ഷാജിദയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. അപ്പോൾ ഷാജിദയെ ഈ അവസ്ഥയിൽ എത്തിച്ചതിൽ നല്ലൊരു പങ്ക് ഷാജിദയുടെ ഹസ്ബൻഡിനുണ്ട്. എന്നിട്ട് ഷാജിദ ജീവിതം ഇതുവരെ തുഴഞ്ഞെത്തിച്ചു. ആ എത്തിച്ചതിന് എന്താ പറയുക, ഷാജിദയെ അഭിനന്ദിക്കാതിരിക്കാനൊന്നും പറ്റില്ല. ഷാജിദ ചെയ്ത് ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ ഷാജിദയെ അപഹാസ്യം പറഞ്ഞു എന്ന് പറയുന്നതിൻ്റെ കാരണക്കാരി ഷാജിദ തന്നെയാണ്. ഷാജിദ യൂട്യൂബിൽ വന്നിട്ട് ഏതൊരു സെഡ് വരെ പറയുന്നു, അല്ലെങ്കിൽ കരയുന്നു, വിഷമങ്ങൾ പറയുന്നു അല്ലേ? ഷാജിദ കണ്ണീരൊഴുക്കി ഒരുപാട് വീഡിയോ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ വീഡിയോ ഒക്കെ പോയി എന്ന് ഷാജിദ പറയുന്നത് കേട്ടു. അപ്പോൾ അതിൽ ഷാജിദ പറഞ്ഞ വീഡിയോ ഷാജിദയ്ക്ക് ഓർമ്മയുണ്ടെങ്കിലും കണ്ട ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. അവരതിനെക്കുറിച്ച് പറയും, അതിനെക്കുറിച്ച് പ്രതികരിക്കും. അതിന് ഷാജിദ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പം എന്തായാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രശ്നങ്ങളും വളരെ മോശം തന്നെയാണ്. കാരണം കുടുംബകാര്യങ്ങൾ ഷാജിദ ഓർക്കുക, ഷാജിദ പറയുന്നത് ഷാജിദയുടെ ഭർത്താവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. ഷാജിദയുടെ ഭർത്താവേ പോയിട്ടുള്ളൂ അല്ലേ? ഭർത്താവിനെ പിൻപറ്റുന്ന 5 ആൺകുട്ടികൾ ഷാജിദയ്ക്കുണ്ട്. ഈ ആൺമക്കൾ വളരുമ്പോൾ അവരുടെ കുടുംബം ഇത്ര മോശമാണ് എന്ന് മറ്റുള്ളവർ അറിയപ്പെടുമ്പോൾ, അതായത് സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ ഇത് തന്നെയാണ്, ഈ ആക്ഷേപശരങ്ങളാണ്. ഇത് മനസ്സിലാക്കുന്ന ആളുകൾ ആ കുട്ടികൾക്ക് എത്ര വില കൊടുക്കും എന്നൊരു കാര്യം ഷാജിദ ചിന്തിക്കണം. ഷാജിദയുടെ ഭർത്താവേ പോയിട്ടുള്ളൂ അല്ലേ? ആ ഭർത്താവിൻ്റെ കുടുംബം ഇത്ര മോശമാണോ? ആ കുട്ടികൾക്കൊരു നല്ല ലൈഫ് വേണ്ടേ? അപ്പോൾ ഷാജിദയ്ക്ക് ഒന്നുകൂടെ ക്ഷമിക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഷാജിദയെക്കുറിച്ചോ അല്ലെങ്കിൽ ഷാജിദിൻ്റെ ഭർത്താവിനെ കുറിച്ചോ ഒന്നുമല്ല ഷാജിദ ചിന്തിക്കേണ്ടത്. ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ ആളെയാണ് പറഞ്ഞേട്ടോ, മരിച്ചുപോയ ആളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവരെക്കുറിച്ചൊന്നും ഷാജിദ ചിന്തിക്കേണ്ട. പക്ഷേ ഷാജിദയുടെ മക്കൾ, ആ ഒരു തറവാട്ടിലെ മക്കൾ തന്നെയാണ് അവർ. അപ്പോൾ അവരെക്കുറിച്ച് ഷാജിദ പറയുമ്പോൾ അതിൻ്റെ അതായത് ചെളിയിൽ ചവിട്ടിയാൽ നീളം തെറിക്കും എന്ന് പറഞ്ഞതുപോലെ ഷാജിദ പറഞ്ഞ ഈ ഓരോ വാക്കുകളും ഇനി സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വന്ന് അലയ്ക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ ആവുന്നതും ഇപ്പം തന്നെ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇനിയും ഇത്തരം വീഡിയോസുകളും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക. മോശമാണ്. കുഞ്ഞുങ്ങൾ വളരുകയാണ് അല്ലേ? ഇന്ന് നിങ്ങൾക്ക് കൊച്ചുകുട്ടികളാണ്. ഇന്ന് നിങ്ങളെ അവർ മക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ആളുകൾ എത്തിക്കും. നാളെ ഈ ഒരു അവസ്ഥ മാറും. ഈ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഷാജിദയ്ക്ക് നേരെ അവർ കൈ ഉയർത്തുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കൈ ഉയർത്തി ഷാജിദനെ തല്ലാനല്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് ഷാജിദയുടെ മുമ്പിലേക്ക് ചോദ്യശരങ്ങൾ അയക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ വരുമ്പോൾ തീർച്ചയായിട്ടും ഷാജിദ അവരോട് ഉത്തരം പറയേണ്ടി വരും. എന്തിനു ഉമ്മ അത് ചെയ്തു എന്നൊരു ചോദ്യം. എന്തിനാണ് ഉമ്മ കല്യാണം കഴിച്ചെന്നൊരു പക്ഷേ മക്കൾ ചോദിക്കില്ല. പക്ഷേ ഉമ്മ എന്തിനു സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഷാജിദയ്ക്ക് ഉത്തരം മുട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഷാജിദ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞോട്ടെ. അത് കേൾക്കുന്ന ഷാജിദയ്ക്ക് ഉത്തരം പറയാൻ, ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം പറയാൻ ഷാജിദയ്ക്ക് ഉണ്ടാകണമെങ്കിൽ ഷാജിദ ഇതിലിങ്ങനെ മറുപടി കൊടുത്ത് അലയടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഷാജിദയുടെ മക്കൾ ഷാജിദയുടെ കൂടെയുണ്ട്. അവർക്കുള്ള ഉത്തരം ഷാജിദയ്ക്ക് ഫേസ് ടു ഫേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. തൻ്റെ മക്കളോട് തൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുക. മക്കൾ കണ്ടു വളരുകയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഷാജിദ ഈ സാമർത്ഥ്യവും ഈ വാക്ചാതുര്യമൊന്നും കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഷാജിദയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു എന്ന് പറയുന്നത് അത് അവരുടെ ജോലിയാണ് അവർ ചെയ്തത് അല്ലേ? ഞാനിപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷാജിദയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഷാജിദയുടെ വീഡിയോ ഇട്ടത് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഷാജിദയെന്നല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആ കണ്ടൻറ് എടുത്ത് ഇടാനുണ്ടായ കാരണം ഇനിയും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ. ആരെങ്കിലും അതിൽ നിന്നൊന്ന് വ്യതിചലിക്കുകയാണെങ്കിൽ, ഒന്ന് പിന്മാറുകയാണെങ്കിൽ അതിൻ്റെ ഒരു കൂലി അവർക്കും എനിക്കും ഉണ്ടാകും എന്ന ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ആ മക്കളെ ഓർത്ത് അല്ലേ, നമ്മുടെ മക്കളാണല്ലേ, ഇനി എത്ര അവർ വളർന്നാലും നമ്മുടെ മക്കളാണ്. ഇനി നമ്മൾ ഏതൊക്കെ ലെവലിലെത്തിയാലും
അപ്പോൾ അവർക്ക് നാളെ ഒരു ചീത്തപ്പേരുണ്ടാവുന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയാണ്. ഇനിയിപ്പോൾ എത്ര ഉപ്പമാർ വന്നാലും അവരുടെ ഉപ്പയുടെ വീട്ടുപേരും അവരുടെ ഉപ്പയുടെ ആ ഒരു അഡ്രസ്സിലുമാണ് ആ മക്കൾ അറിയപ്പെടുക. അപ്പോൾ അവരുടെ ഫാമിലി ഇത്രയും പൊട്ടയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ കുട്ടികൾക്കൊരു കാര്യം വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ ആവുന്നതും നമ്മൾ ഇത്തരം വിഷയങ്ങളെ വിട്ടു നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻറ്റുമായിട്ട് വരുന്നവർ പ്ലീസ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ കമൻറ്റ് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഉത്തരം തരേണ്ടതാണെങ്കിൽ ഞാൻ ഉത്തരം പറയും, വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമേഷ്.